കുഞ്ഞുങ്ങളിലെ ഒരു ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ പല്ലുകളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പല്ല് വന്ന ശേഷമുള്ള ഒരു കാലത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. 6 മാസം ആവുമ്പോഴാണ് നമുക്ക് താഴത്തെ പുതിയ പാൽപല്ല് വരുന്നത്. അപ്പൊ അതുവരെയുള്ള ഫീഡിങ് പ്രാക്ടീസ് ഭയങ്കര ക്രൂഷ്യലാണ്. ഈ ഫീഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും വായ കഴുകി കൊടുക്കുക, വൃത്തിയാക്കി കൊടുക്കുക ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് പാൽപല്ലിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന സംഗതിയാണ്. എസ്പെഷ്യലി നൈറ്റ് ഫീഡിങ്, രാത്രി പാല് കുടിച്ചിട്ട് കിടക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് വായ ഡ്രൈ ആയിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സലൈവേഷൻ കുറവാണ്, ഉമിനീരില്ല, വായ കൂടെ ചിലപ്പോൾ ശ്വാസം എടുക്കും. ആ സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കും. പിന്നെ ഈ അടിക്കടി പാല് കുടിക്കുക എന്ന് പറയുന്നത്, നമ്മളെ പാല് എന്ന് പറയുന്നത് നന്നായിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ള സാധനം, ലാക്ടോസ് എന്ന് പറയുന്നത് ഷുഗറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പാൽപല്ല് വരുന്ന സമയത്ത് അത് ദ്രവിച്ച് വരാൻ കാരണമാവും. അതാണ് നമ്മൾ ഈ നഴ്സിംഗ് ഏരീസ് അതിന് പേര് തന്നെ പറയും, പാല് കുടിക്കുന്നതുകൊണ്ട് വരുന്ന കേട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് കിടത്തിയിട്ട് കഴിയുന്നതും പാല് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. രാത്രിയെല്ലാം പാല് കുടിക്കുന്ന സമയത്ത് ബേബീനെ ഇരുത്തിയിട്ടേ നമ്മൾ കൊടുക്കാവൂ. പിന്നെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഫീഡിംഗ് ബോട്ടിൽ എടുത്ത് വെക്കണം. ജസ്റ്റ് ഒന്ന് സക്ക് ചെയ്യിക്കാൻ, ഈ പാട ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോട്ടണോ തുണിയോ എന്തെങ്കിലും വിരലിൽ ചുറ്റി ഈ ഗം പാഡ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. നമ്മൾ ആരും ഇതൊന്നും ചെയ്യാറില്ല. സ്വാഭാവികമായിട്ടും പല്ല് വരുന്ന സമയത്ത് ദ്രവിച്ചിട്ടാണ് വരിക. പല്ലിന് കേടോ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് തന്നെ വരും.